എന്റെ തൊട്ടുപുറകെ കാണുന്നുണ്ടോ? ഇതൊരു അരുവിയല്ല, സോമരസം ഒഴുകുന്ന ഒരു അരുവിയാണ് കേട്ടോ. സോമരസം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മദ്യം. ഈ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ കിറിഞ്ചി നടക്കാം, ഇങ്ങനെ നടക്കാം, കിറിഞ്ചി കിറിഞ്ചി. സംഭവം എന്താ അറിയണ്ടേ? അങ്ങനെ കൊടും കാട്ടിൽ കൂടെ ഒരു യാത്രയാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ പോയാലോ? കേൾക്കോ? അന്നേരം ഫസ്റ്റ് ഹനുമാൻ കയറി കേട്ടോ, മറക്കണ്ട ഹനുമാൻ കയറിയുടെ യാത്ര തുടങ്ങാൻ പോവാണ്. യാത്ര അതിമനോഹരമാണ്. ആദിവാസികളല്ലേ? ഇവിടെയാണ് ആദിവാസികൾ വിറകെട്ടാൻ പോവില്ലയോ? വെറുതെ പോവാ ചേട്ടാ. ഇത് എത്ര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നത്? ഈ കാട്ടിക്കൂടെ ഒരു 2000 കിലോമീറ്റർ വഴി കാടാണിത്. ഇതിനകത്ത് നമുക്ക് കാട്ടിലെ ആന, കറുവ, കാട്ടുപോത്ത് ഇതെല്ലാം ഉള്ള കാടാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ഇപ്പം പോകുന്ന വഴി ആദിവാസി കൂടിയാണ്. ആദിവാസി കൂടി 2.5 കിലോമീറ്റർ. ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടുള്ള റോഡാണോ ഇത് കണക്കുള്ള? ഒരുപാട് എല്ലാം ബുദ്ധിമുട്ടുള്ള വഴിയാണ്. കല്ലും കുഴിയും നല്ല വഴി. കാടാണ്. അതിനെ മൊത്തം ആന ചവിട്ടി മെനിച്ചിട്ടേക്കുന്നുണ്ടോ? ഈറ്റ. ആനയുടെ ഭക്ഷണമാണ് ഈറ്റ. അയ്യോ, ഈ വഴി കോഴികളെക്കൂടി അത് സ്ഥലത്തിന് പ്രത്യേകം എന്താണ്? സ്ഥലത്തിന് പണ്ടത്തെ ആദിവാസികളുടെ വഴിക്കാണ് മോനിപ്പോ ഈ ഓഫ് റോഡ് പോകുന്നത്. പണ്ട് ആദിവാസികൾ പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു ഇതില്. ഈ വഴി ഉണ്ടോ? പണ്ടത്തെ ആദിവാസികളുടെ വഴിന്ന് കാണിക്കുന്ന ഈ കരിങ്ങ കാണുന്നുണ്ടോ? ഈ ചപ്പാത്തി കരിങ്ങ കണ്ടോ? ഇതൊക്കെയാണ് പണ്ടത്തെ ആദിവാസികളുടെ വഴി. പണ്ട് ഇപ്പൊ ഈ വഴിക്കെന്ന് പറഞ്ഞാൽ അയ്യോ ഇതാണ് നമ്മുടെ കാടിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് നിർത്തി. ഇതാണ് നമ്മുടെ ഫോട്ടോ എടുക്കാനൊക്കെ കയറുന്നത്. കള്ളിപ്പടാന്ന് പറയും. ഓക്കെ, നമ്മൾ ആ വഴിയാണ് പോകുന്നത്. ഇനിയും പോകുന്ന വഴി ആരാണ്? യാത്ര ഇവന് തീർന്നിട്ടില്ല. നമുക്ക് ഇറങ്ങിയാലൊന്ന്. ഇറങ്ങിയേക്കാം. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? അതുമൊക്കെ അടിപൊളി യാത്ര കേട്ടോ. അതാണ് എന്റെ പൊന്നു ഞങ്ങൂട്ടുകാരെ, നിങ്ങൾക്ക് അത്യാവശ്യം ആരോഗ്യമുള്ളവർ മാത്രമേ ഇവിടെ വരാവൂ കേട്ടോ. ബ്രോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ പോലെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു യാത്ര ജീപ്പിനകത്ത് ഒരു സഫാരി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും? കൊണ്ടുപോകും, തീർച്ചയായും കൊണ്ടുപോകും. എങ്ങനെയാണ് ഒരാളുടെ പാക്കേജ് വരുന്നത്? നമുക്ക് തന്നെ ഇവരെ ആനക്കോണം സയൻസിനും മാത്രമാണെങ്കിൽ നമുക്ക് ഇവരെ 2500 2500 രൂപയ്ക്ക് ഈ ഫോറസ്റ്റിനകത്ത് ആനക്കുളത്തെല്ലാം കൊണ്ട് കാണിക്കൂലേ? അതെ. പിന്നെ അല്ലാതെ വേറെ ഒരു ദിവസം ഫുള്ളായിട്ട് വൈകുന്നേരം വേണമെങ്കിൽ പാക്കേജ് ആയിട്ട് പറയൂ 6000 രൂപയാണ്. അതിനകത്ത് ഈ സ്ഥലം അല്ലാതെ വേറെ സ്ഥലത്ത് കൂടെ കൊണ്ടുപോകും. വേറെ സ്ഥലത്ത് അത് എത്ര മണിക്ക് തുടങ്ങും? അത് പറഞ്ഞാ സൺഡേസ് എന്ന് പറഞ്ഞാ സൂര്യൻ ഒളിച്ചു വരുന്നില്ലേ, അതെല്ലാം കണ്ട് രാവിലെ ഒരു 4:30 വരെ സ്റ്റാർട്ട് ചെയ്യാതെ തുടങ്ങി വൈകുന്നേരം ഒരു 5:30-6 മണി വരെ. രാവിലെ വെളുപ്പിനെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത വൈകുന്നേരം 5 മണി വരെ അത് കാണൂലേ? ഫുള്ളായിട്ട് ഇവരെ കൂടെ ഉൾപ്പെടുത്തി പാക്കേജ്. ഈ ഫോറസ്റ്റും പിന്നെ അതുകൂടാതെ വേറെയും കൊണ്ടുപോകില്ലേ? വേറെ ഇതല്ലാതെ 3 സ്ഥലം കൂടെ. എത്ര പേരെ വരെ ഈ ജീപ്പിനകത്ത് കൊണ്ടുപോകാം? ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഒരു 10 പേര് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ 10 പേർക്ക് ഈ 6000 രൂപ പാക്കേജിനകത്ത് വരുന്നത്? അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം, 10 പേരുടെ പാക്കേജാ പറയുന്നത്. 6000 രൂപയ്ക്ക് ഈ കാട് മുഴുവനും വേറെയും കുറെ സ്ഥലങ്ങൾ, അതും വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണിയുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ? ഓക്കെ, നമ്മള് യാത്ര തീരാറായില്ല, ഇനിയും ഉണ്ട്. കിടക്കുവല്ലേ? പോയാൽ മതി. എനിക്ക് ഈ കാട്ടിനകത്ത് ഒരു ആനയൊക്കെ വന്ന് കണ്ടോ? ആനപ്പിണ്ടൊക്കെ ഉണ്ടോ? ആനപ്പിണ്ടം കണ്ടു. ആന വന്നല്ലേ ഇഷ്ടമാണ്. എനിക്ക് തോന്നി ഇതിലെ കൂടെ നല്ല രീതിയിൽ വെള്ളം വരുന്നു. വെള്ളം വരുന്നതാണ്. നല്ല മഴക്കാറ്റിന് ഈ പാറയുടെ വലിപ്പം കണ്ടോ? ഈ വെള്ളത്തിന്റെ കൂടെ വരുന്നതാണ് ഈ പാറയൊക്കെ. ഇതെല്ലാം ഈ ഫുള്ളും കാടാണ്. ഇതിപ്പം മഴക്കാറ്റിന് ഇവർ ഫുള്ളായിട്ട് വെള്ളമായിരിക്കും. ജസ്റ്റ് ഒക്കെ പോകുന്ന കഴി നോക്കി എങ്ങനെയാണ് ഇതിന്റെ വെള്ളത്തിൽ. എന്റെ പൊന്ന്, എന്നാ തണുപ്പായി. അതാണ് ഈ കാറിന്റെ ഉള്ളിൽ തന്നെ വെള്ളമാണ്. ഉണ്ടാവോ നല്ല വെള്ളം. ഇപ്പൊ ഞാൻ മുഖം കഴിയും മൈക്കിലൊക്കെ വെള്ളം വീഴും, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുക കേട്ടോ. പക്ഷെ എന്നാ ഭയങ്കര തണുപ്പ് കേട്ടോ. നല്ല കാറിന്റെ ഉള്ളിൽ തന്നെ വെള്ളമാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം അല്ലേ? അതാണ് ഇപ്പം മേനക്കാട്ട് കണ്ടോ? ഇപ്പൊ മേനക്കാലമായില്ലേ, എന്നിട്ട് പറ്റിയാൻ നോക്കി എന്നാലും പോണ്ട വെള്ളം. അതാണ് ഈ വെള്ളത്തിലെ
ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ കുറെ ദിവസം കൊണ്ടിട്ടങ്ങ് ശല്യപ്പെടുത്തും, അമലെ ഒന്ന് വരാവോ എന്ന്. ഞാൻ പറയും എന്തിനാ വരുന്നത്, ഒന്ന് വാ, വന്നിട്ട് നമുക്ക് കുറച്ച് എന്റെ നാടൊക്കെ കണ്ട് ഒരു ആന ഇറങ്ങുന്ന ഒരു കുളമൊക്കെ ഉണ്ട്, ആനക്കുളത്തിലൊക്കെ പോയി ഇറങ്ങി ജസ്റ്റ് കണ്ട് കുറച്ച് കാഴ്ചകൾ, കാടിനകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കും. ചെറിയൊരു കാടാണ്, അവിടെ കാഴ്ചയൊക്കെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് ജീപ്പ് ഉണ്ട്, വന്നാൽ മാത്രം മതി. ഞാൻ അങ്ങനെ ഇവിടെ വന്നേ കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയാൽ അടുത്തേം കൂടെ പോന്നേ. ഇനി ആദിവാസി കുടിയിലെ അങ്ങോട്ട് പോവാണ് നമ്മളെ അടുത്തത്. ആദിവാസി കുടി ഇവിടെ കിടന്ന് വെള്ളം വെക്കുന്നത് ശരിയല്ല കേട്ടോ. കാരണം ഇവിടെ ആനപ്പിണ്ടോ കിടക്കുന്നുണ്ടോ, അന്നേരം ആന ഇവിടെയൊക്കെ കാണില്ലേ. കുറച്ച് ദിവസം അവിടെ കണ്ടോ, ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഈറ്റയുണ്ട്, ആ ഈറ്റ ഫുള്ള് ചവിട്ടി നശിപ്പിച്ചിട്ടേക്കും ആ ഭാഗത്തെല്ലാം. അന്നേരം ഇവിടെയൊക്കെ ആനയാണ്, എവിടെയെങ്കിലുമൊക്കെ കാണുന്നത്. ഇല്ല ഭാഗത്തുണ്ടോ ഈറ്റയൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുന്നുണ്ടോ, അവിടെ എല്ലാം ആന വന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങുക, പോലെ പോയേക്കോ. ഓക്കെ. ഞങ്ങളിപ്പോ നിൽക്കുന്ന ഇടുക്കി ആനക്കുളത്താണോ, ഇടുക്കി ആനക്കുളം കാട്ടിനകത്താണ് നിൽക്കുന്നത്. ആനക്കുളം കാടല്ലേ ഇത്? കാടിന്റെ പേരെന്ത് പറഞ്ഞ? കോഴിയേരക്കുടി. കോഴിയേരക്കുടി എന്ന് പറഞ്ഞൊരു കാട്ടിലാണ്, ഉള്ളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. പറയുമ്പോ വ്യക്തമാവുന്നില്ല, അതുകൊണ്ടാണ്. രണ്ട് ആദിവാസികള്. ആദിവാസികളല്ലേ? ആ, ഇവിടെയാണ് ആദിവാസികൾ വിറകുവെട്ടാൻ പോവില്ലയോ? വെറുതെ പോവാ. സത്യം അവർക്ക് പേടിയൊന്നുമില്ല, അവർക്ക് പേടിയില്ല. അവര് ഇപ്പൊ ആദിവാസികളെ കയ്യില് എപ്പോഴും ആണുങ്ങളെ കൈ കഴിയും വാക്കത്തി മുണ്ടിന്റെ ഇളക്കി ഇങ്ങ് വെക്കും. ഇപ്പൊ എവിടെയും പോയാൽ മരം വെട്ടാനെങ്കിൽ അങ്ങനെയാണ് ആയുധങ്ങൾ എപ്പോഴും കൈ കാണും, എപ്പോഴും ഉണ്ടാവും. ഈ പെണ്ണുങ്ങളെ കൈ കഴിയും വെറുതെ വെട്ടാനായി കോടാതി വാക്കത്തി. ഇത് കണ്ടല്ലോ, ഇപ്പം കണ്ടില്ലേ, അതാണ് വാക്കത്തിയും ഉണ്ട്. കത്താള് കോടാലി എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഈ കാട്ടി അവര് വെറുതെ ഇപ്പൊ മഴക്കാലത്ത് കൂടിയുള്ള വെറുതെ ശേഖരിക്കുന്നതാണ് കാണുന്നത്. മഴക്കാലത്ത് നോക്കും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുടിക്ക് പോകുമ്പോ ആദിവാസി കൂടി ചെല്ലുമ്പോ നമുക്ക് കാണിച്ചു തരാം. ഓരോ കെട്ടായിട്ട് വെറുതെ അവര് സഹകരിക്കൊക്കെ ചെയ്യും ആൾക്കാർ. ആര് സഹകരിക്കും, ഒരു ഉറപ്പില്ല. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ എന്നോട് മസ്താണ് പറഞ്ഞില്ല വെറുതെ വെട്ടാൻ പോവാന്ന് ചോദിച്ചില്ലേ, അതാണ്. ഇപ്പൊ എല്ലാരായിട്ടും അവര് സഹകരിക്കും. നമ്മളെ യാത്രക്കിടെയുള്ള അനുഭവങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ 2500 രൂപ പാക്കേജ് എന്ന് പറഞ്ഞില്ലേ, അതാകുമ്പോഴത്തേക്ക് രാവിലെ എത്ര മണിക്ക് പോകും? രാവിലെ നമുക്ക് രാവിലെ ഇപ്പം ചിലവർക്ക് 6 മണിക്ക് പോകുന്നവരുണ്ട്. രാവിലെ 6 മണിക്ക് 6 മണിക്ക് തുടങ്ങിയാല് ഇപ്പം വണ്ടിക്കകത്ത് കയറിയാൽ ഇപ്പൊ അവരെ സമയമാണ് നോക്കണേ. നമുക്ക് അങ്ങനെ ടൈമിംഗ് ഇല്ല. അവര് ഓരോ സ്ഥലത്ത് ചെലവടിക്കുന്നവരെ പെട്ടെന്ന് പോയി തിരിച്ചു വരുന്നത്. സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്ന എന്നാലും ഏകദേശം ഉച്ചയാകുമ്പോ തിരിച്ചു വരൂല്ലേ? ചിലപ്പോ ഉച്ചയൊക്കെ ഓടി നമുക്ക് തിരിച്ചു വരാൻ പറ്റൂലേ? ആ 2500 പാക്കേജിനകത്ത് ആനക്കുളത്ത് കൊണ്ടുപോകും, പിന്നെ ഈ കാട് മുട്ടും കൊണ്ട് കാണിക്കൂലേ? ആദിവാസി ഊരെല്ലാം കൊണ്ട് കാണിക്കൂലേ? ഊരെല്ലാം കാണിച്ച പിന്നെ ഏറുമാടങ്ങളുടെ ഇവിടെ, പിന്നെ 33 വാട്ടർഫാൾസ്, പെരുമുക്കുത്ത്, റിവർ ക്രോസിങ്, താങ്ങി ബ്രിഡ്ജ്, അതെല്ലാം കൊണ്ടും കാണിക്കും. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് ഒരു ഏർമാടം കണ്ടായിരുന്നു, ഒരു പാറയുടെ മുകളിൽ. അതേ കണക്ക് ഒരു പാറയുടെ മുകളിൽ ചെയ്തിരുന്ന ഒരു ഏർമാടം കേട്ടോ. ഇതിനകത്ത കാഴ്ചകളൊക്കെ ആണെങ്കിൽ ഇത് പുറമേ കാണാം, ഈറ്റയൊക്കെ വെച്ചാണ് ഇതിന്റെ മതിലെല്ലാം ചെയ്തിരിക്കുന്നത്, ഭിത്തിയെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളെ ഈ കുട്ടിയിലുള്ള കിടക്കാൻ വന്ന ആള് വന്നതുണ്ടല്ലോ, ഓണർ. നമ്മളെ പേര് ചോദിക്കാം. പണിയണം, എല്ലാം പൊളിഞ്ഞില്ലേ? പേരെന്താണ്? എന്റെ പേര് ഗോവിന്ദരാജ്. ഗോവിന്ദരാജൻ.